ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ പേപ്പർ ഗ്ലാസ്സുകളാണ് എടുത്തിട്ടുള്ളത്. ഇത് വെച്ച് ഇന്ന് നമുക്കൊരു അടിപൊളി ഫ്ലവർ ചെയ്തെടുക്കാം. അപ്പം നമ്മൾ 2 പേപ്പർ ഗ്ലാസ്സുകൾ വെച്ച് ഒരു ഫ്ലവറാണ് ചെയ്തെടുക്കുന്നത്. ആദ്യം നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു പേപ്പർ ഗ്ലാസ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. 6 ഇതളുകളാണ് നമ്മളിതിൽ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഓരോന്ന് നമുക്ക് ഇതളുകളുടെ ഷേപ്പിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ എല്ലാം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പേപ്പർ ഗ്ലാസ്സുകൾ വെച്ച് വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഓരോ ഇതളുകളുടെയും 2 സൈഡും ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ ഇതളുകളുടെയും 2 സൈഡിലും നമുക്കിതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ചാനലിൽ ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. ഇതുപോലെ തന്നെ നമ്മൾ അടുത്ത പേപ്പർ ഗ്ലാസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടും കൂടെ ചേർത്തൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പം നമുക്കിതിൻ്റെ അടിയിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് അതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ നമ്മളത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവറിൻ്റെ നടുക്കായി 2 ഹോൾ ഉണ്ടാക്കി കൊടുക്കണം. നമുക്കിതിൽ കെട്ടുകമ്പി കോർത്തെടുക്കാനുള്ളതാണ്. ഇതുപോലെ നമ്മൾ ഹോളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കെട്ടുകമ്പി അതിലൂടെ ഒന്ന് കോർത്തെടുക്കുകയാണ്. താഴേക്ക് വന്നിട്ടുള്ള ഈ ഒരു ഭാഗം നമ്മൾ ഇവിടെ ആയിട്ട് പിരിച്ചു കൊടുക്കണം. ഇതുപോലെ നമ്മൾ കെട്ടുകമ്പിയൊക്കെ അതിലേക്ക് വെച്ച് കൊടുത്തു. ഇനി നമ്മൾ എടുത്തിട്ടുള്ള ഗ്രീൻ കളർ പേപ്പറിൽ നിന്നും പേപ്പർ ഗ്ലാസിൻ്റെ ഈ അടിവശം വെച്ച് നമ്മളൊരു റൗണ്ട് ഷേപ്പ് വരച്ചെടുക്കുകയാണ്. നമുക്കത് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഫ്ലവറിന് താഴെയായിട്ട് ഒട്ടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്കിതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് അതിൻ്റെ താഴെയായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഫ്ലവറിൽ നമ്മൾ പെയിൻ്റ് ഒന്നും ചെയ്ത് കൊടുക്കുന്നില്ല. പെയിൻ്റൊക്കെ കൊടുക്കണം എന്നുള്ളവർക്ക് പെയിൻ്റൊക്കെ കൊടുത്തെടുക്കാം. ഇതുപോലെയാണ് നമ്മൾ അതിൻ്റെ താഴെ അത് ഒട്ടിച്ചെടുക്കേണ്ടത്. ഇനി നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു ഗ്രീൻ കളർ പേപ്പർ നമ്മൾ റോൾ ചെയ്തെടുക്കുകയാണ്. ഇത് നമുക്ക് ഫ്ലവറിൻ്റെ തണ്ടിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളത് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലവറിൽ വെച്ച് കൊടുത്തിട്ടുള്ള കമ്പി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ ആയിട്ട് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അത് അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവറിൻ്റെ നടുക്കായിട്ട് വുളൻ ത്രെഡ് ചെറുതാക്കി കട്ട് ചെയ്തത് ഒട്ടിച്ചെടുക്കണം. നമ്മളിവിടെ ചെറുതാക്കി വുളൻ ത്രെഡ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവറിൻ്റെ നടുക്കായിട്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. പേപ്പർ ഗ്ലാസ് വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ പറയണം. ഇനി നമ്മൾ എടുത്തിട്ടുള്ള ഗ്രീൻ കളർ പേപ്പറിൽ നിന്നും ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുക്കാനുള്ള ഇലകളാണ് അതിൽ നിന്നും കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള 2 ഇലകൾ കൂടെ നമുക്ക് അതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇലകളും നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. കത്രിക ഉപയോഗിച്ച് 2 ഇലകളും നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കുകയാണ്. ഇതുപോലെ തന്നെ ഒരു ഫ്ലവറും കൂടെ നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. പേപ്പർ ഗ്ലാസ്സുകൾ വെച്ച് ഇതുപോലെ കുറേ പൂക്കൾ ചെയ്തെടുത്ത് ഒരു പോട്ടിലൊക്കെ ഇട്ട് വെച്ചാൽ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. നമ്മളിവിടെ 2 പൂക്കളെ ചെയ്തെടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.